ന്യൂ ഇയറിന്റെ തലേദിവസം കാലത്ത് തന്നെ ജില്ലാന്ന് വെച്ചാൽ പെൻസിന് ഇവിടെ ഒന്ന് വഞ്ചിയിൽ പോയതാ. കാലയിലെത്തായപ്പോൾ ദേഹ എടുക്കണം. അതെന്തായാലും ഫ്ലോപ്പായി. എന്നാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് വർക്കുള്ളല്ലേ. ഞാൻ പിള്ളേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞാൻ വർക്കിനും കയറി. അവന്മാരുടെ പരിപാടി ഇതാണ്. എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ചെക്കന്റെ കൈയൊന്നും മുറിഞ്ഞായിരുന്നു. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവെന്നാന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഉപ്പൊക്കെ എടുത്ത് കൊടുത്തു. അവനത് ഇഷ്ടമില്ല. പിന്നെ അവന്മാര് തണ്ണിമത്തം വാങ്ങിക്കണമെന്നായിരുന്നു. അതും കഴിച്ച് വേഗം തന്നെ വർക്കൊക്കെ തീർത്ത് ഞാൻ അവന്മാരുടെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോണ്ട് അവന്മാരെ ഭയങ്കര ഒരു ഗൂഢാലോചന. പിന്നെ അവന്മാര് ബോംബിടാൻ പോകണില്ല. ഞാൻ അവന്മാരെയും കൂട്ടി പടക്കം വാങ്ങാൻ വന്നു. ഇന്നൊരു കത്തിക്കൽ എന്തായാലും. പിന്നെ ഇനിയിപ്പോൾ ആവശ്യമുള്ളത് ഫുഡാണ്. അതിനായിട്ട് നമ്മൾ തന്നെ അപേക്ഷിക്കുന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ കടയാണ്. അങ്ങനെ ഫുഡും ഡ്രിങ്ക്സും കൈയൊക്കെയുള്ള വെള്ളവും തീപ്പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവാണ് കേസ്. ഈ ഇപ്പം നമ്മൾ പോകണത് ഈ പാടത്തിന്റെ നടുക്കാണ്. ഈ ഒരു വൈബ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഈ കൂരിട്ടിട്ട് ഈ പാടത്തിന്റെ നടുക്ക് ഒരു ഹട്ടിലാണ് നമ്മുടെ പരിപാടി. അതിന്റെ ട്രൗസർ അമ്മ മൈനൈസ് പോയതാന്ന് അവൻ പറഞ്ഞു. നമുക്കറിയാൻ പാടില്ല. ചോക്കടിച്ചല്ലാട്ടോ, അതിന്റെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങാണ്. കൃത്യം 12 മണിക്ക് വാണം ഇവിടെ മോളിക്ക്. അല്ല വാണല്ലേ അമിട്ടല്ലേ ഇത്. ആവശ്യം കഴിഞ്ഞപ്പോ സാധനം കിട്ടി. എന്റെ ട്രൗസറിന്റെ വള്ളി കൊണ്ടാണ് അമിട്ട് കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകണം ഗൈസ്. ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.